ഒരു ചെറിയ നിമിഷത്തെ കയ്യബദ്ധം അത് തന്നെയാകാം ഒരു ജീവൻ മുഴുവൻ നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്ക് പോവുക. തീ കൊണ്ടോ അല്ലെങ്കിൽ വെള്ളത്തിലോ ഒന്നും കുട്ടികൾ കളിക്കരുത് എന്ന് മുതിർന്നവർ വിലക്കുമ്പോഴും പലപ്പോഴും ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് എന്ന് പലരും പറയാറുമുണ്ട്. പ്രേക്ഷകരെല്ലാവരും തന്നെ കൃത്യമായി അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യാറുണ്ട്. കുട്ടികളൊന്നും തീയിൽ കളിക്കാൻ പാടില്ല, അത് വളരെ സൂക്ഷിച്ച് മാത്രമേ കളിക്കാവൂ. കുട്ടികൾ തീയിൽ കളിച്ചു കഴിഞ്ഞാൽ അത് ഗുരുതര പരിക്കിലേക്ക് മാറും. ഇത്തരത്തിൽ ഒരുപാട് വാർത്തകൾ വരാറുണ്ട്. പെരുമ്പടമ്പ് ചെറവല്ലൂരിൽ +2 വിദ്യാർത്ഥിനിയാണ് ഇപ്പോൾ തീ പൊള്ളലേറ്റ് മരിച്ച വാർത്ത വരുന്നത്. ശരിക്കും പറഞ്ഞാൽ +2 എന്ന് പറയുമ്പോൾ സ്വപ്നം കണ്ട് തുടങ്ങുന്ന ഒരു പ്രായമായിട്ടേ ഉള്ളൂ. പ്രേക്ഷകർക്കുൾപ്പെടെ എല്ലാവർക്കും ആ വാർത്ത കേൾക്കുമ്പോൾ സങ്കടമാണ് തോന്നുന്നത്. എന്തിനു മകളെ ഇങ്ങനെ ചെയ്തു, എന്തിന് നീ അബദ്ധത്തിൽ ചെന്ന് ചാടി, ഇങ്ങനെയാണ് എല്ലാവരും ചോദിക്കുന്നത്. പൂക്കരത്തറ ദാറുൽ ഹിദായ സ്കൂളിൽ ഇപ്പോൾ വിദ്യാർത്ഥിയായിരുന്നു സോന. ചെറവല്ലൂർ താണ്ടവളപ്പിൽ സജീവന്റെ മകൾ 17 വയസ്സുള്ള സോന പൊള്ളലേറ്റ് മരിച്ചത് വളരെയധികം എല്ലാവരെയും ദുഃഖിപ്പിക്കുകയാണ്. ഒരു നാടിനെ മുഴുവൻ കഷ്ടത്തിലാണ് ആഴ്ത്തുന്നത്. മാതാപിതാക്കളും സഹോദരങ്ങളും പുറത്തുപോയ സമയത്താണ് ഈ സംഭവം നടന്നത് എന്ന് പറയാം. വീട്ടിലെ മുകളിലത്തെ നിലയിൽ മുറിയിൽ വെച്ചാണ് സോനയ്ക്ക് തീപ്പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തിയത്. ബഹളം കേട്ട് ഓടിയെത്തിയ നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് ഉടൻ തന്നെ സോനയെ ചങ്ങരംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവത്തെ തുടർന്ന് പെരുമ്പടവ് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് തീപ്പൊള്ളലേറ്റതിൻ്റെ സാഹചര്യങ്ങളെക്കുറിച്ചാണ് പ്രധാനമായും പോലീസ് അന്വേഷിക്കുന്നത്. കുട്ടിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണെന്നും പറയാം. ഷേർലിയാണ് സോനയുടെ അമ്മ. ഷംന, സജ്ന എന്നിവർ സഹോദരങ്ങളാണ്. ഈ അപ്രതീക്ഷിത മരണം പ്രദേശവാസികളെയും സ്കൂളിലെ സഹപാഠികളെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ പോലീസ് അന്വേഷണം പുരോഗമിച്ച് പറയുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ലഭിച്ചാലേ സംഭവത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തമായ ചിത്രം ലഭിക്കൂ എന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ കുഞ്ഞ് എന്തോ അബദ്ധത്തിൽ ചെന്ന് ചാടിയതാണ്. വീടിൻ്റെ മുകളിലത്തെ നിറയിൽ വെച്ചാണ് സോന തീപ്പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തിയത്. എന്താണ് സംഭവം, ഷോർട്ട് സർക്യൂട്ടാണോ എന്നതുൾപ്പെടെ തന്നെ എല്ലാവരും പരിശോധിക്കുന്നുണ്ട്. കൃത്യമായ അന്വേഷണം തന്നെയാണ് ഇതിന് പിന്നാലെ നടക്കുന്നതെന്ന് പറയാം. എല്ലാവരും സോനയുടെ ഈ അബദ്ധം കേട്ട് പേടിച്ചിരിക്കുകയാണ്. മക്കളെ, നിങ്ങളൊന്നും തീയിൽ കളിക്കരുതേ എന്നല്ലാതെ ഞങ്ങൾക്കെന്ത് പറയാൻ സാധിക്കും? വീട്ടിൽ ആരുമില്ലാത്ത സമയം തീയിൽ കളിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിൽ അപകടങ്ങൾ ഒരുപാട് ഉണ്ടാകാറുണ്ട്. ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടാകുന്ന വാർത്ത ഇതിനു മുൻപും പുറത്തു വന്നിട്ടുണ്ട്. ഇത് സ്വപ്നം കണ്ടു തുടങ്ങുന്നൊരു പ്രായമായിട്ടേ ഉള്ളൂ. +2 പഠന സമയത്ത് വെച്ച് തന്നെ ഇത് സംഭവിക്കുമ്പോൾ ഭാവിയുടെ ഏറ്റവും തുടക്കത്തിലാണിത് സംഭവിക്കുന്നത് എന്നതാണ് മറ്റൊരു ദുഃഖം. സോനയും സോനയുടെ വീട്ടുകാരെ സംബന്ധിച്ച് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. ഇന്നത് പഠിക്കണം എന്ന ആഗ്രഹമൊക്കെ. എന്നാൽ അതെല്ലാം പാതി വഴിയിലാക്കിയാണ് സോന ഇപ്പോൾ മടങ്ങിയത്. ഒട്ടും ആഗ്രഹമുണ്ടായിരുന്നിരിക്കില്ല, പക്ഷെ അബദ്ധത്തിൽ ചെന്ന് ചാടിയതാണ്. പിന്നീട് രക്ഷപ്പെടാനായിട്ടുണ്ടാകില്ല ആ പാവത്തിന്. അങ്ങനെ ആയിരിക്കാം ഇത് സംഭവിച്ചത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.